പാകിസ്ഥാന്റെ അസിം മുനീർ, ബിലാവൽ ഭൂട്ടോ, ഷെഹബാസ് ഷെരീഫ് എന്നിവർ ഇന്ത്യക്കെതിരായി നടത്തിയ ആണവ ഭീഷണികൾ തീർത്തും അവഗണിക്കാവുന്നതല്ല. പാകിസ്ഥാൻ ഇത്തരം ഭീഷണികൾ പലപ്പോഴും ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായാണ് നടത്തുന്നത്. ഇന്ത്യയുമായുള്ള ചില പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര മധ്യസ്ഥതയും അവരുടെ ഉദ്ദേശമായിരിക്കാം. ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതികരിക്കാതിരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കണക്കാക്കാം. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം ആദ്യമായി അമേരിക്കൻ മണ്ണിൽ നിന്നാണ് മുനീറിന്റെ ഭീഷണി എന്നത് അമേരിക്കയുടെ പരോക്ഷ പിന്തുണയോടെയാണെന്ന സംശയം ബലപ്പെടുത്തുന്നു. ഈ കാര്യത്തിലുള്ള അമേരിക്കയുടെ മൗനവും സംശയാസ്പദമാണ്. ടാരിഫിലൂടെയും പാകിസ്ഥാനിലൂടെയുമൊക്കെ ഇന്ത്യയുടെ വളർച്ച ദുർബലപ്പെടുത്തുകയെന്ന ഗൂഢലക്ഷ്യവും ഉണ്ടാവാം. ഇന്ത്യ ഏതു തരത്തിലുള്ള ഭീഷണിയെയും ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയും അതിനെതിരെ എല്ലാ തലങ്ങളിലും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നത് തുടരുക തന്നെ വേണം. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും സജീവമാണെന്ന സന്ദേശം ഭാരതത്തിന്റെ ശക്തമായ പ്രതിരോധ നിലപാട് തന്നെയാണ്. ഇന്ത്യയുടെ സംയമനത്തോടെയും കൃത്യതയോടെയുമുള്ള പ്രതികരണങ്ങൾ തുടരുക എന്നത് തന്നെയാണ് ശരിയായ മാർഗം. ഭാരതത്തിന്റെ നയതന്ത്രം ശക്തമാക്കേണ്ടതും ആണവ ഭീഷണികൾക്കെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടേണ്ടതും ആവശ്യമാണ്. അതിരുകൾ, സൈബർ സുരക്ഷ, സൈനിക ബലം മുതലായവ ശക്തിപ്പെടുത്തുക, സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയ്ക്ക് മുൻതൂക്കം കൊടുക്കുക എന്നിവയും പ്രധാനമാണ്. ചൈനയുമായുള്ള പ്രശ്ന പരിഹാര സാധ്യതകൾക്ക് മുൻകൈയെടുക്കുക, പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുക തുടങ്ങിയവയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിർണായകമാകാം. ഭീകരാക്രമണങ്ങൾക്കെതിരെ എല്ലാ ഇന്ത്യക്കാരും കനത്ത ജാഗ്രത തുടരേണ്ടതുണ്ട്.